ഹലോ, അപ്പോൾ ഞങ്ങൾ അമ്മേൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. കുറേ ആയി ഇങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ അവിടെ സ്ഥലങ്ങളൊക്കെ കാണാൻ വരാൻ വിചാരിച്ചു. അപ്പോൾ വലിയമ്മക്ക് പറഞ്ഞു നമുക്കിവിടെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാമെന്ന്. കുറേ ചെറുപ്പത്തിലൊക്കെ കുറേ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വരാറില്ല കുറേ ആയിട്ട്. അപ്പോൾ ഇവിടെ താമരക്കുളം, പാടം, നല്ല രസമാണ്. ഇവിടെ വൈകിട്ടൊക്കെ വന്നിരിക്കുമ്പോൾ നല്ല വൈബാണ്. അപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. ഉണ്ടല്ലേ, ആരുണ്ട് കേട്ടോ, അമ്മയും വലിയമ്മമാരും ആര്യ, അമ്മായി, കുക്കൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഇവിടുത്തെ ചെമ്മീൻ കൃഷി കേട്ടോ. ഇത് ഒരു കുളം. ഒന്നിടമ്മ, ഒന്നിടണോ? 4 കുളമാണ് ഇവിടെ ഉള്ളത് എന്നാ പറഞ്ഞേ. ഈ കുളത്തിൽ നിറയെ സിലോഫി ഉണ്ട് കേട്ടോ. എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. കണ്ടില്ലേ, ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കുണ്ട്, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റണില്ല, നിറയെ ഉണ്ട്. പിന്നെ പാടത്തിൻ്റെ അപ്പുറത്ത് അങ്ങോട്ട് അവിടേക്കൊക്കെ താമരക്കുളം ഉണ്ട്. അതൊന്നും ഇപ്പം പോകാൻ പറ്റില്ല, അവിടെയൊക്കെ നല്ല വെള്ളമായതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. പിന്നെ ആമ്പൽക്കുളമൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ആമ്പൽക്കുളം. നിറയെ ഉണ്ട് കേട്ടോ. ഇപ്പൊക്കെ ഇങ്ങനെ മുട്ടായിട്ട് നിൽക്കുകയാണ്, വിരിഞ്ഞിട്ടില്ല. ഇവിടെ ചാടി കിടന്ന് പോകണം. ഇവിടെ നീ ഇതൊരു കുളമാണ്. ഇതൊരു കുളമാണ്. പിന്നെ അവിടെ ഒരു കുളം. പിന്നെ ഈ സൈഡിൽ പുറത്തൊരു കുളം കൂടിയുണ്ട്. 4 കുളമാണ് അങ്ങനെ ഇവിടെ ഉള്ളത്. ഇതിലൊക്കെ നിറയെ മീനുണ്ട്. അധികം അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ ഒരു പട്ടിയുണ്ട്, നല്ല പറയണം. ഇപ്പം അങ്ങോട്ട് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ പോകാൻ പറ്റില്ല. അവിടെ ഒരു പട്ടിയുണ്ട്, ഭയങ്കര കുറയണം, പേടിയാണ് കേട്ടോ. അതുകൊണ്ട് തിരിച്ചു പോവാം. മീന് നല്ലോണം ചാടുണ്ടായിരുന്നു, അത് കാണിക്കാമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പട്ടി അവിടെ കുറേ നേരമായിട്ട് ഇങ്ങനെ നോക്കിക്കുന്നുണ്ട്. എനിക്ക് പേടിയാവുന്നുണ്ട്. അപ്പം ഞാൻ പോവാണ്. മഴയൊക്കെ പെയ്തിട്ട് ആകെ ചളിയായിട്ടുണ്ട് ഇവിടെ. ഇവിടുത്തെ നായയാണ് കേട്ടോ. അത് കണ്ടോ, മീനാരെങ്കിലും കൊണ്ടോന്ന് വിചാരിച്ചിട്ട് നോക്കി നിൽക്കുകയാണ്. അതാണ് അപ്പോൾ പിന്നെ കണ്ടപ്പോൾ അത് കുരച്ചത്. അപ്പം അതുകൊണ്ടാണ് അതിനെ കണ്ട് കുരച്ചത് കേട്ടോ. ഇങ്ങോട്ട് വരി. ഇവിടെ താക്കോളം ഇവിടെ ഉണ്ടോ. ഇവിടെ നിറയെ അമ്പലം കേട്ടോ. വിരിഞ്ഞതില്ല, മുട്ടായി നിൽക്കുകയാണേ. ഇവിടെ ഫുള്ളായിട്ടുണ്ട്. താമരക്കുളം ഉണ്ട്, അത് അപ്പുറത്താണ്. അവിടേക്ക് മാത്രം പോകാൻ പറ്റൂല. കാണുന്നത് ആ പച്ചപ്പതാ, അതാണ് ആ അരുവില്, റെയിലിന്റെ അരുവില, അതാണ് താമര. ഇതൊക്കെ അമ്പലം. കിട്ടാൻ ഒരു പാകില്ലാതെ. ഇനിയിപ്പോൾ എങ്ങോട്ടാ പോകണമെന്ന് അറിയില്ല കേട്ടോ. ഇത് പണ്ട് ഇവിടെ അമ്മേൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കുളിക്കാൻ വന്നിരുന്നൊരു കുളമായിരുന്നു. അതിപ്പോൾ മനസ്സിലാവണേ ഇല്ല. ഇവിടെ ആകെ മാറിപ്പോയിട്ടോ. ഇങ്ങനൊന്നും അല്ലായിരുന്നു ഇത്. ഇവിടെ ആകെ മാറിപ്പോയി ഉണ്ടോ. ഇവിടെ ഒന്നും ഇങ്ങനെ അല്ലായിരുന്നു. ഇതൊക്കെ ആകെ പായലൊക്കെ വന്ന്. ഇതല്ലേ പൂച്ചവാലോ, നിങ്ങളവിടെ പറയാ? പൂച്ചവാല് നിങ്ങളവിടെ പറയാ? ഈ ബാക്കിലേക്ക് നോക്ക്. ഇവിടുത്തെ അംഗനവാടി. അമ്മ, ഞാനും കുക്കൊക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ടാവോ? ഈ അംഗനവാടിയിൽ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? പിന്നെ കുക്കൊക്കെ ഇവിടെ പഠിച്ചു.
ഞാനും കുക്കൊക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. അമ്മേന്റെ വീട്ടിൽ വന്നിട്ട് ഞങ്ങള് ഇവിടെയും പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതെന്താണ്? ഇതെന്താ അമ്മ? അമ്മ ഇതെന്താ? എന്തമ്മ? തിപ്പല്ലി അല്ലേ? തിപ്പല്ലി കേട്ടോ. ഞാനത് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത് ആദ്യമായിട്ട് കാണുന്ന സംഭവം. അമ്മേന്റെ വീട്ടിൽ വരുന്ന റോഡാട്ടോ. ഇവിടൊക്കെ പാടത്തുനിന്ന് അപ്പുറപ്പുറം പാടാണ്. ഇവിടൊക്കെ ഉണ്ടോ, റോട്ടിലൊക്കെ ആകെ വെള്ളം കയറിയിട്ടുണ്ട്. ജഗ്ഗു ഇവിടെ നോക്ക്, ഇവിടെ ഇവിടെ നോക്ക്. ബിസി വീടിൻ്റെ അടുത്തുള്ളൊരു വീടാട്ടോ, പഴയ വീട്. ഞാനും അമ്മയ്ക്ക് പണ്ട് ഞാൻ ചെറുപ്പത്തിൽ അമ്മ എന്നെ അങ്ങോട്ട് കുറേ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ പണ്ടത്തെ വീടിന്ന് ഇപ്പോൾ ഇവര് പത്തായപ്പൂരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരിപ്പോൾ പുതിയ വീട് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടാലോ? മേലേക്ക് പോകാൻ കുറച്ച് റിസ്ക് ആണ്, കയറണം, എന്നാലും പോവാം. കണ്ടോ, ഇവിടെ കുറേ ജാതിക്കമരം ഉണ്ടായിരുന്നു. ജാതിക്കമരത്തിൻ്റെ തോട്ടം തന്നെ ആയിരുന്നു കേട്ടോ. ഇവിടുന്ന് ചെറുപ്പത്തിൽ കുറേ ജാതിക്കൊക്കെ എടുത്തിട്ടുണ്ട്. ജാതിക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവർക്കൊന്നും പൂക്കൊന്നും അത്ര ഇഷ്ടമല്ല, കാരണം പുളി നല്ല പുളിയല്ലേ. അപ്പം അവർക്കും അതിൻ്റെ പിന്നെ ഒരു ചവർപ്പ് ഉണ്ടായിട്ടുണ്ട്. അവൾക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ ഉപ്പൊക്കെ കൂട്ടി കുറേ കഴിച്ചിട്ടുണ്ട്. മേലത് അത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് പത്തായപ്പുര. നമുക്ക് താഴേക്ക് ഇറങ്ങാം, കുറച്ച് റിസ്ക്കാണ്. ഇത് തുറക്കാൻ പറ്റില്ല കേട്ടോ, കൂട്ടിയിട്ടതാണ്. പിന്നെ അവിടെ ഒക്കെ കണ്ടില്ലേ ഒരു എന്തൊക്കെയോ സാധനങ്ങളും. ഇവിടെ ഒരു നിലത്തേക്കുള്ള ഇതുണ്ടായിരുത്തേ, നിലവറുണ്ടായിരുത്തേ. അതൊക്കെ ഇപ്പോൾ ടൈൽസ് വെച്ച് മൂടിയിട്ടുണ്ട്. ഇതാണുണ്ടോ പത്തായം. ഇതിലല്ലേ പഴയ സാധനങ്ങളൊക്കെ, നെല്ല് അങ്ങനെ സാധനങ്ങളൊക്കെ ഇതിലാണ്ട് വയ്ക്കാം. ഇവിടെ വന്നപ്പോൾ അതൊന്നും കാണാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. പക്ഷേ കുറേ വർഷങ്ങളായി. എൻ്റെ ചെറുപ്പത്തിലിട്ട് കണ്ടതാണ്. ഭയങ്കര സന്തോഷമായി ഇത് കാണാൻ പറ്റിയത്. വീടിൻ്റെ അടുത്ത് ഞങ്ങളിവിടെ ഒരു കുളത്തേക്ക് വരാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ പാടം ഒക്കെ കാണിച്ചപ്പോൾ ഇങ്ങോട്ട് വരണമെന്നുണ്ടായിരുന്നു. അപ്പം മഴയും കാരണം പിന്നെ അത്ര നേരം ആയതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ ആ കുളം ഒന്ന് പോയി കാണാം. എന്താ ഇതിൻ്റെ അവസ്ഥ എന്നറിയില്ല. അവിടെയാണ് ഉള്ളത്. ഇതാണ് കേട്ടോ കുളം. ആകെ നാശമായിട്ടുണ്ട്. ഇങ്ങനൊന്നും അല്ലായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കുളം കാണാൻ. ആകെ നാശമായി. പിന്നെ ആരും ഇവിടെ കുളിക്കാനൊന്നും വരാറില്ല. അതേന്നത് സാധിക്ക ഉണ്ടാവും എനിക്കറിയില്ല. അപ്പോൾ അവിടെയുള്ള മരങ്ങളൊക്കെ കുറേ വെട്ടിയുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു മരമുണ്ട്. തൽക്കാലം കുഞ്ഞതൊന്ന് കിട്ടി. ഇനി അവിടെ മേലുണ്ട് കേട്ടോ, അതൊക്കെ കിട്ടൂല. ഏതാട്ടോ, ഇതൊന്ന് കഴിച്ചു നോക്കിയാലോ. അമ്മേൻ്റെ പോലെ തന്നെയൊക്കെ എല്ലാ സാധനവും ഒക്കെ വെക്കും കേട്ടോ. എന്ത് ഞാൻ കഴിച്ചോളും. കുക്കിനൊന്നും പറ്റില്ല. കുക്കിന് ഇതിൻ്റെ ചവർപ്പും ഈ ഒരു ടേസ്റ്റൊന്നും വല്ലാണ്ട് പറ്റൂല. ഞാൻ അങ്ങനെ വെറുതെയും കഴിക്കും, ഉപ്പ് കൂട്ടിയിട്ടൊക്കെ ഞാൻ കഴിക്കും. ഇതായിട്ട് എൻ്റെ അമ്മ പഠിച്ച സ്കൂള് LP സ്കൂളാണ്. അവിടെ കാണിച്ചു കൊടുക്കാൻ നോക്കും. ഇത് LP സ്കൂളാണ്. ഇങ്ങനെ നല്ലായിരുന്നു. കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. UP കേട്ടോ, സ്കൂൾ ഇവിടെയാണ്. അപ്പോൾ ഇനി ഇപ്പോൾ എത്ര സ്ഥലങ്ങളുള്ളൂ പോയി കണ്ടത്. ഇനി വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോയിൽ ഇനി ഇപ്പോൾ എത്ര ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. പിന്നെ കുറേ വർഷങ്ങളായില്ലേ, അപ്പോൾ അതുപോലൊന്നും ഉണ്ടാവില്ല.
അപ്പോൾ ഇനി അത് വേറെ സ്ഥലത്ത് പോവുന്നുണ്ടെങ്കിൽ അതും കൂടി വേറെ വീഡിയോയിൽ കൊടുക്കാം. നല്ല കാറ്റാട്ടോ അവിടെ. അപ്പോൾ ഇത്ര ഉള്ളു തൽക്കാലം. ബൈ.